Welcome to Zach Dreams. ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട് കൂടലിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് 1 എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന്. അപ്പോൾ ഇതിലാണ് ഞാൻ കൂടുതൽ നമ്മുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ളുഹാ നിസ്കാരമാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറ്റേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വല്യമ്മമാരൊക്കെ അത് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അരി, ഉപ്പ്, മണ്ണെണ്ണ, പാല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ മുസഹഫ് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് കയറ്റുന്ന സംഭവങ്ങൾ എന്താണോ അതൊക്കെ ഇങ്ങനെ പാത്രത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് അകത്തേക്ക് കയറ്റണം എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഒരിക്കലും ആ വീടിൻ്റെ ഉള്ളിൽ ദാരിദ്ര്യം ഇല്ലാതിരിക്കാനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഓരോരോ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് അടുപ്പ് കത്തിക്കലാണ്. ഇവിടെ അടുക്കള റെഡിയാക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഗ്യാസിലാണ് പാല് കാച്ചിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇഷ്കെ ഹബീബ് ഗ്രൂപ്പിൻ്റെ തന്നെ മെയിനായിട്ടുള്ള ഒരു ഉസ്താദാണ് കേട്ടോ. അപ്പോൾ ദാ പാലൊക്കെ നല്ല പോലെ തിളച്ച് തൂവിയിട്ടുണ്ട്. അങ്ങനെ തൂവണം എന്നാണല്ലോ അല്ലേ പറയുക. അപ്പോൾ ഗ്യാസൊക്കെ അപ്പം തന്നെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്കത് പണി കിട്ടും. ആരെങ്കിലുമൊക്കെ വീട് കൂടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസിലാണ് പാല് കാച്ചുന്നതെങ്കിൽ ഗ്യാസ് അപ്പം തന്നെ വൃത്തിയാക്കി എടുക്കുക. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, നല്ല അടിപൊളി അടുപ്പൊക്കെ ആണല്ലോ അല്ലേ ഇപ്പം ഉണ്ടാവുക. അതൊക്കെ അപ്പം തന്നെ തുടച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വലിയൊരു പണി തന്നെ കിട്ടും അത് കരിഞ്ഞു പിടിച്ചാൽ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ വീട് കൂടലിനുണ്ടാവുന്ന ഓരോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ആദ്യം വീട് കൂടലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്നൊക്കെ ഞാൻ ചെറുതായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒട്ടും ധാരണ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ഏകദേശം ഇതൊക്കെ പിടികിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. എന്നാലും കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് എന്തൊക്കെ ചടങ്ങുകളാണ് ഉള്ളത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിലേക്കും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. പിന്നെ ഇപ്പോൾ ഇതാ ഉച്ച സമയമായപ്പം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നമുക്ക് ഫുഡിനുണ്ടായിരുന്നത്. അപ്പോൾ അതുവരെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല പോലെ മഴ പെയ്യലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അൽഹംദുലില്ലാ വലിയതായിട്ടൊന്നും ഇടങ്ങേറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ വീഡിയോ ലൈക്ക് തരാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ അതൊക്കെ മറന്നു പോവാതെ തന്നെ വീഡിയോ കാണുന്നവരൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ ദാ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ MLA ടി സിദ്ദീഖ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു സന്തോഷം തന്നെയാണ് ല്ലേ ഇങ്ങനെ ഉള്ള ആളുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ദാ ആങ്ങളെയൊക്കെ പോയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. ഓന് പോകുമ്പോൾ തന്നെ എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു രസം. അപ്പോൾ എനിക്കെന്തായാലും പോയിട്ട് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഞാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓരോരുത്തരെ ഇങ്ങനെ തള്ളി വിടുകയാണ്, പോയി സംസാരിക്കും, ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേജിൻ്റെ മുകളിൽ സക്കിയക്കുട്ടിയും നമ്മുടെ പാപ്പളശ്ശേരിയിൽ നിന്ന് ഏട്ടൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ അത് സ്റ്റേജിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉപ്പാനോട് ഇങ്ങനെ പറയുകയാണ്, പോയി സംസാരിക്കുക, വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉപ്പ അവിടെ അടുത്തേക്ക് പോയപ്പോഴത്തേക്ക് പിന്നെ വേറെ ആരോ വന്നിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് നിൽക്കുകയാണ്. ഞാൻ ചായ എടുക്കലും വെള്ളം എടുക്കലൊക്കെ ആയിട്ട് ഭയങ്കര ഫുൾ ബിസിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ MLA വന്നിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓടിപ്പറിച്ച് കുറച്ച് വീഡിയോ എങ്കിലും എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടി വന്നതായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ MLA വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണാനൊക്കെ കയറിയതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ പേര് ഇഷ്കെ ഹബീബ് മൻസിൽ എന്നാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ മാഷാ അല്ലാ വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നമ്മളെ വീഡിയോ കാണുന്നവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നേരിട്ട് വന്ന് കണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ നമുക്ക് കമൻറ്റ് ഇട്ടവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്.
ഒരുപാട് സന്തോഷം നിങ്ങളെ കമൻ്റൊക്കെ കാണുമ്പോഴാണ്, വീഡിയോ ഇടുമ്പോഴും ആണെങ്കിലും നിങ്ങളുടെ കമൻ്റ് കാണുമ്പോഴാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക, എന്താണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ അതാ MLA നമ്മളെ വീടിൻ്റെ ഉള്ളൊക്കെ കണ്ട് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ അതിലേറെ എനിക്കിതൊക്കെ ഭയങ്കര, നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ അല്ലേ. നല്ലൊരു അത്ഭുതമുള്ള കാര്യം തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ്, എല്ലാവർക്കും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവരെ നേരിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പം നല്ല പെരുമാറാനാണെങ്കിലും ഒക്കെ നല്ലപോലെ അറിയുന്ന ഒരാൾ തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നത് നമ്മുടെ വീട് കൂടലിൻ്റെ ദിവസത്തെ. അപ്പോൾ ഇതാ രാത്രി ആയിട്ടുണ്ട്. രാത്രി എന്ന് വെച്ചാൽ ഒരു 10:30 11 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാത്രി ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട് കൂടലൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീട് കൂടലിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നമ്മുടെ വീട് കൂടലിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.